ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇന്ന് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് 2 കപ്പ് ബിരിയാണി റൈസ്, കൂടെ 2 സവാള, കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത്രയുമാണ് വേണ്ടത്. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വറുത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അളവിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് ബിരിയാണി റൈസിന് 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ബിരിയാണി എസൻസ് ആയിട്ട് ഒരു 2 ഡ്രോപ്സ് ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒറ്റ ഫിസിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് റൈസ് നല്ല സോഫ്റ്റ് ആയി കിട്ടും. ഇനി ഞാനിവിടെ ഒരടിക്കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കിസ്മിസ്, കാഷ്യൂ, മല്ലിയില ഇത്രയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സോഫ്റ്റ് ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.